നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാലിമ. ഞാൻ തിരൂർ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചാണ്, അതായത് പ്രസവാനന്തര വിഷാദ രോഗം. അപ്പം നമ്മൾ ആലോചിക്കാം, ഈ കുഞ്ഞുണ്ടാവുമ്പോൾ എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്? പക്ഷേ ഇത് ശരിക്കും ഉള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു കാലം വരെ ഇതിനെക്കുറിച്ച് അധികം സംസാരങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരുപാട് പഠനങ്ങൾ നടക്കുന്ന ഒരു മേഖലയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ചിട്ട്. ഒരു കുഞ്ഞ് നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രീതിയിലുള്ള വികാരങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. സന്തോഷമായിരിക്കാം, ഒരു പക്ഷേ ടെൻഷൻ ആയിരിക്കാം, നമുക്ക് പ്രോപ്പർ രീതിയിൽ നല്ല രീതിയിൽ ഒരു അമ്മയാവാൻ പറ്റുമോ, അച്ഛനാവാൻ പറ്റുമോ. 80% സ്ത്രീകളിലും ആദ്യമായി കാണുക പോസ്റ്റ്മോർട്ടം ബ്ലൂകളാണ്. ഷോർട്ട് പീരീഡ്, ഒരു 2 ആഴ്ചയിൽ കുറവുള്ള സങ്കടം ഉണ്ടാവാം, ചെറിയ ചെറിയ കരച്ചിലുകൾ ഉണ്ടാവും, പെട്ടെന്ന് ദേഷ്യം വരിക, ഉറക്കത്തിലുള്ള വ്യത്യാസം, വിശപ്പ് കുറവ് എന്നിങ്ങനെയുള്ള മൈൽഡ് സിംറ്റംസ് ആയിട്ടായിരിക്കും പ്രത്യക്ഷപ്പെടുക. ഇത് പ്രസവം കഴിഞ്ഞ് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഇത് തുടങ്ങും. ഒരു 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു സിവിയർ ഫോം, കുറച്ചും കൂടി സിവിയർ ഫീച്ചേഴ്സ്, കുറച്ചും കൂടി കൂടുതൽ കാലം നിൽക്കുന്നതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയും. ആദ്യമൊക്കെ എല്ലാവർക്കും കൺഫ്യൂഷനാണ്, ഇത് പോസ്റ്റ്മോർട്ടം ബ്ലൂ ആണോ ഡിപ്രഷൻ ആണോ എന്ന്. ഇതിനെങ്ങനെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ നോക്കാം. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിൽ അമിതമായിട്ടുള്ള ക്ഷീണം ഉണ്ടാവും, എപ്പോഴും കിടക്കണം, എഴുന്നേക്കാൻ പറ്റുന്നില്ല, ശരീരത്തിലൊരു കല്ല് കെട്ടി വെച്ച പോലെ ഭാരം തോന്നുക, അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ബേബീനായിട്ട് ബോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ബേബിനോട് താല്പര്യം തോന്നുന്നില്ല, ഫീഡ് ചെയ്യണമെന്ന് തോന്നില്ല, ആളുകളോട് സംസാരിക്കാൻ തോന്നില്ല, ഉറക്കത്തിലുള്ള വ്യത്യാസം, ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അതേപോലെ അമിതമായിട്ടുള്ള ഭയം ഉണ്ടാവാം, കുഞ്ഞിനെക്കുറിച്ചുള്ള അനാവശ്യമായിട്ടുള്ള പേടികൾ ഉണ്ടാവാം, അതേപോലെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആത്മഹത്യ ചെയ്യണം, ജീവിതം മടുത്തു എന്ന തോന്നലുണ്ടാവാം, കുഞ്ഞിനെ ഹേർട്ട് ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവാം. അപ്പം ഇങ്ങനെയുള്ള ഒരു സിവിയർ ആയിട്ടുള്ള സിംറ്റംസ് 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. നമ്മൾ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായി കാണുന്നു. എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഒരു മടി കാണും. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇവർ ചികിത്സക്ക് മുന്നിട്ട് ഇറങ്ങാത്തത്. അപ്പം നമ്മൾ എപ്പോൾ മുതൽ ചികിത്സ തുടങ്ങണം എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെക്കണം. ഈ പറഞ്ഞ സിംറ്റംസ്, ഈ തുടക്കത്തിൽ പറഞ്ഞ വിശപ്പില്ലായ്മ, കരച്ചിൽ, സങ്കടം, ഉറക്കക്കുറവൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇത് കൂടി വരികയാണ്. അതും 2 ആഴ്ചയിൽ കൂടുതൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ തീവ്രത കൂടിയിട്ട് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനെ ബാധിക്കുന്നുണ്ട്. മടിക്കരുത്. എങ്കിൽ എന്ത് തന്നെ ആയാലും ഒരു ഡോക്ടറെ ചെന്ന് കണ്ട് ചികിത്സ കൃത്യമായി എടുക്കുക എന്നുള്ളതാണ്. ഇതിനേക്കാളും ഒക്കെ സിവിയർ ആയിട്ട്, എന്നാൽ കുറച്ചുകൂടി ചെറിയ പോപ്പുലേഷനിൽ കാണുന്ന ഒന്നാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഈ പോസ്റ്റ്മോർട്ടം സൈക്കോസിസിൽ പ്രധാനമായിട്ടും ഡെല്യൂഷൻസ് ആണ് ഉണ്ടാവുക, അതായത് തെറ്റായിട്ടുള്ള, തിരുത്താൻ പറ്റാത്ത രീതിയിലുള്ള വിശ്വാസങ്ങൾ. ചിലവർക്ക് അതേപോലെ ചെവിയിൽ ശബ്ദങ്ങൾ കേൾക്കുക, ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, അമിതമായിട്ടുള്ള സംശയം, പാരനോയ ഉണ്ടാവാം, കുഞ്ഞിനെ ഹാം ചെയ്യണം എന്നുള്ള ടെൻഡൻസി ഉണ്ടാവാം. ഇതാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ഒരു സ്ത്രീ അമ്മയായി വരുമ്പോൾ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസിൻ്റെ ഒരു പ്ലേ ആണ് ഓൾ ടുഗദർ നടക്കുക. ഡെലിവറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമ്മുടെ ശരീരത്തിലുള്ള ഈ ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെ അളവൊക്കെ കുത്തനെ അങ്ങോട്ട് താഴോട്ടേക്ക് പോകും. അപ്പോൾ ഇത് ഒരു റീസൺ ആണ് ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടാവാൻ വേണ്ടി. അതേപോലെ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടാണ് പ്രോപ്പർലി സ്ലീപ്പ് കിട്ടാത്തത്. അപ്പോൾ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാണ്ടാവുമ്പോൾ അത് ഇറിറ്റബിലിറ്റി ഉണ്ടാക്കാനും നമ്മുടെ ഓവറോൾ പെർഫോമൻസിനെയും നമ്മുടെ മൂഡിനെയൊക്കെ ബാധിക്കുന്നത് മറ്റൊരു റീസൺ ആണ്. അതേപോലെ തന്നെ ചില സ്ത്രീകളിൽ അമിതമായിട്ട് ഭാരം വർദ്ധിക്കുമ്പോൾ അത് അവരുടെ ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിനെ ബാധിക്കുന്നു, ഒരു കൺട്രോൾ, അവരുടെ ആ ഒരു ആത്മവിശ്വാസത്തിനെയൊക്കെ ബാധിക്കുന്നു. ഇതവരെ കൂടുതൽ ഇറിറ്റേറ്റഡ് ആക്കാനും അവർക്ക് ഈ ഒരു പ്രസവത്തോട് തന്നെ താല്പര്യമില്ലാണ്ട് കുട്ടിയോട് താല്പര്യമില്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് കോസസ് ഇതിന് പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ഉണ്ട്. ഓൾറെഡി ഡിപ്രഷനുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സഹോദരിക്കോ അമ്മക്കോ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നിട്ടുള്ള ആളുകൾ, ബൈപ്പോളാർ ഡിസോർഡർ ഉള്ള ആളുകൾ, അതേപോലെ കുഞ്ഞിന് എന്തെങ്കിലും ജനിതക വൈകല്യമുള്ള ആളുകൾ, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉള്ള ആളുകൾ, ഫാമിലി സപ്പോർട്ട് കുറവുള്ള ആളുകൾ, ഹസ്ബൻഡിനെ വഴക്കുകൾ കൂടുതലുള്ള ആളുകൾ, സോഷ്യൽ സപ്പോർട്ട് കുറവുള്ളവർ, ഫിനാൻഷ്യൽ സപ്പോർട്ട് കുറവുള്ള ആളുകളിലൊക്കെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ്റെ റിസ്ക് കൂടുതലാണ്. നമ്മൾ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിത്തിൻ മന്ത്സ് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നമ്മളിതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ ഇത് മാസങ്ങളോളം നീണ്ടുപോകാനും റിപ്പീറ്റഡ് എപ്പിസോഡ്സ് ഓഫ് ഡിപ്രഷനായി വരാനും ഒക്കെ സാധ്യതയാണ്. ഈവൻ അത് അവരുടെ ജീവൻ അപകടത്തിലെത്തുന്ന രീതിയിലുള്ള സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ടും പോകാൻ സാധ്യതയാണ്. ഇതിന് അതേപോലെ തന്നെ ചികിത്സ വൈകും തോറും അമ്മക്ക് കുട്ടിയോടുള്ള വൈകാരിക അടുപ്പം കുറയും. ഒരുപക്ഷെ അവർ മുലയൂട്ടാൻ വരെ മടി കാണിക്കും. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബോണ്ടിങ്ങിനെ എഫക്റ്റ് ചെയ്യാനും കുഞ്ഞിൽ പലതരത്തിലുള്ള ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇഷ്യൂസ്, ഈവൻ ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ വരെ ബാധിക്കുമെന്നാണ് പറയുന്നത്. സോ എത്രയും പെട്ടെന്ന് നമ്മളിത് കണ്ടെത്തി നല്ല രീതിയിലുള്ള ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്കിത് പ്രോപ്പർ രീതിയിൽ റിവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മരുന്ന് മാത്രമല്ല, സൈക്കോ തെറാപ്പിയും കൂടി നമ്മളിതിനൊരു
കോമ്പിനേഷൻ രീതിയിലാണ് മുന്നോട്ട് പോവുക. ഇനിഷ്യലി മരുന്നിൻ്റെ സ്റ്റേജിലോട്ട് പോകണമെങ്കിൽ നമ്മളിതിൽ ആൻറ്റി ഡിപ്രസൻസ് ആണ് കൊടുക്കുക. അതേപോലെ സൈക്കോട്ടിക് ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ ആൻറ്റിസൈക്കോട്ടിക്സ് വേണ്ടി വരും. എന്ത് തന്നെ ആയാലും പാല് കുടിക്കുന്ന കുഞ്ഞിനും അമ്മക്കും സേഫായ രീതിയിലുള്ള മൈൽഡ് ഡോസിലുള്ള മരുന്നുകളാണ് നമ്മളിതിൽ കൊടുക്കുക. ചില സിറ്റുവേഷനിൽ നമ്മൾ രോഗിയോട് അഡ്മിഷൻ എടുക്കാനും പറയാറുണ്ട്. തെറാപ്പിയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഭയങ്ങളും എങ്ങനെ ഭയങ്ങളെ പ്രോപ്പർ രീതിയിൽ നമുക്ക് എങ്ങനെ ഭയങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ് നമ്മളെ ഈ ഒരു രീതിയിൽ എത്തിക്കുന്നത്. അപ്പം നമ്മൾ തെറാപ്പി കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, എങ്ങനെ നമ്മളുടെ ഈ ഒരു ഫിയേഴ്സിനെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ മാറ്റിയെടുക്കാം, പ്രോപ്പർലി എങ്ങനെ ഗോൾ സെറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ള രീതിയിലുള്ള തെറാപ്പികൾ, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇൻ്റർപേഴ്സണൽ തെറാപ്പി ഒക്കെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ഹസ്ബൻഡ്സിനെയും കൂടുതലായിട്ട് സൈക്കോ എഡ്യൂക്കേറ്റ് ചെയ്യും. എങ്ങനെ ഭാര്യയെ സപ്പോർട്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിൽ അവരെ ഹെൽപ്പ് ചെയ്യാം, കുഞ്ഞിനെ റേസ് ചെയ്യുന്നതിൽ എങ്ങനെയൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാം എന്നൊക്കെ നമ്മളിവരെ പറഞ്ഞു പഠിപ്പിക്കും. നമ്മൾ പലപ്പോഴും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ് നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഹൈഡ് ചെയ്യാൻ നോക്കും. ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഉള്ളിലെ ഭയങ്ങളായാലും സംശയങ്ങളായാലും സങ്കടങ്ങളായാലും ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ രോഗിയെ മോട്ടിവേറ്റ് ചെയ്യും. അതേപോലെ പ്രോപ്പർ രീതിയിലുള്ള ഉറക്കം കിട്ടുന്നുണ്ട്, ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കിട്ടുന്നുണ്ട്, നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മളിവരെ ഉറപ്പ് വരുത്തിക്കാൻ വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ ഒരു പ്രസവം കഴിയുന്നതോടെ അല്ലെങ്കിൽ കുഞ്ഞ് വരുന്നതോടുകൂടി നമ്മുടെ ഐഡൻറ്റിറ്റി പോയി എന്നുള്ള ഒരു തോന്നലാണ് പലപ്പോഴും പല വിഷമങ്ങളുടെയും മെയിൻ റീസൺ. അപ്പോൾ നമ്മളെ അവരെ റീകണക്ട് ചെയ്യാൻ, പാസ്റ്റിൽ അവർ ആരായിരുന്നു, അവരുടെ ടേസ്റ്റുകൾ എന്തൊക്കെയായിരുന്നു, ഇഷ്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, ആ കാര്യങ്ങളിലോട്ട് തിരിച്ചു പോകാൻ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കും. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം വിഷമങ്ങൾ അനുഭവിക്കുന്ന ആളുകളായിട്ടുണ്ടെങ്കിൽ അവരോട് കൂടി കണക്ട് ചെയ്യാനും ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ നമ്മുടെ ഡൗട്ടുകളും പ്രശ്നങ്ങളും വ്യാകുലതകളൊക്കെ വേറൊരാൾക്ക് കൂടി ഉണ്ട് എന്നറിയുമ്പോൾ നമുക്കതൊരു ഒരു പരിധി വരെ ഒരു സപ്പോർട്ടാവും. നമ്മുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ നിന്ന്, ഒരുപാട് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് തരും. സോ ഇതൊക്കെയാണ് നമ്മൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എല്ലാ മാനസിക പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് സീക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൽ നിന്നും കംപ്ലീറ്റ് റിലീഫ് പോസിബിളാണ്. സ്റ്റേ ഹെൽത്തി.